വലിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടൊക്കെ പോവുക കേട്ടോ. നമ്മൾ അങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ചത്ത് കിടന്നാലും നമ്മളെ നെഞ്ചത്ത് കയറി നിന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ നമുക്ക് ചുറ്റിനും ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രൻ്റെ വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്ന സമയത്തും ആണെങ്കിലും നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ അവിടെ ഇങ്ങനെ ചാരി നിന്നിട്ട് മൊത്തത്തിൽ സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിലും നമ്മൾ അലീന വന്ന് കഥ ഉറക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരു ഗൗരവത്തോടാണ് നമ്മളെ ബാലേന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ നേരെ അകത്ത് കയറി പോകുന്നുണ്ട്. നമ്മൾ അലീന ആണെങ്കിൽ ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനക്കാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അലീനയ്ക്കും ചായ കൊണ്ട് കൊടുക്കാനും ഒക്കെ ഒരു മടിയായിട്ടൊക്കെ നിൽക്കുകയാണ്. ബാലേന്ദ്രനാണെങ്കിൽ റൂമിൽ കയറി വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ കയ്യിലൊരു റിവാൾവൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ റിവാൾവൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബാലേന്ദ്രൻ്റെയും വൈജയന്തിൻ്റെയും ഫോട്ടോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ തന്നെ നമ്മളെ ബാലേന്ദ്രൻ ഒരു പുച്ഛഭാവത്തോടെ കേട്ടോ നോക്കുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മളെ വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി ആണെങ്കിലും ഒരുമാതിരി പുച്ഛമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. നമ്മളെ വൈജയന്തി കാണുമ്പോഴാണെങ്കിലും ബാലേന്ദ്രനിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബാലേന്ദ്രനിക്കാണെങ്കിൽ കയ്യിലിരിക്കുന്ന തോക്കെടുത്തിട്ട് നമ്മൾ വൈജയുടെ നെറ്റിയിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ദേഷ്യവും നിൻ്റെ അഹങ്കാരവും നിൻ്റെ പുച്ഛവും എല്ലാം കൂടെ ഞാനിപ്പം ഇല്ലാതാക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്താണെങ്കിലും നമ്മൾ അലീനയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ഈ ഒരു സംഭവം കാണുമ്പോഴത്തേക്ക് പേടിച്ചിട്ടാണെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വൈജയാണെങ്കിൽ കണ്ണടച്ചൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മളെ ബാലേന്ദ്രനാണെന്ന് തോന്നുന്നു ടെൻഷനും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് ബാലേന്ദ്രനിക്കാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. ആംബുലൻസ് ഒക്കെ വിളിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പം കൂടെ ആണെങ്കിൽ അലീനയും പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന വന്ന് നമ്മളെ വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അലീനയാണ് ബാലേന്ദ്രനെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ആക്കാൻ വേണ്ടി ആംബുലൻസ് ഒക്കെ വിളിച്ചത്. പക്ഷെ അതൊന്നും നമ്മളെ വൈജയന്തി ആണെങ്കിൽ അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കത്തതും ഇല്ലല്ലോ. നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.